ഹായ് ഫ്രണ്ട്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് രാവിലത്തെ തിരക്കുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇന്ന് രാവിലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അലക്കി വിടർത്തിയിടുന്ന ഇതാണ് രാവിലെ തന്നെ. വീഡിയോ പിടിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടായിരുന്നു രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്ന സമയമായിപ്പോൾ വിചാരിച്ചു എന്നാൽ ചെറിയൊരു വ്ളോഗ് പോലെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വെള്ളിയാഴ്ചകളിൽ രാവിലെ തന്നെ ഈ പണികളൊക്കെ തീർത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓതാനും നിസ്കരിക്കാനൊക്കെ സമയം കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ മടക്കാനായിട്ടിരുന്നു. തുണികളൊക്കെ അന്നന്ന് മടക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ കുറച്ച് അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിറയെ തുണി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. മക്കളുടെയും എല്ലാവരുടെയും ഡ്രസ്സുകൾ മടക്കി വെച്ചു. അതിന് ശേഷം എൻ്റെ ഡ്രസ്സുകളൊന്ന് മടക്കി ഷെൽഫിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ നേരത്തെ പണി തീർത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച കുറച്ച് നേരത്തെ തന്നെ രാവിലത്തെ പണികളൊക്കെ തീർക്കും കേട്ടോ. രാവിലെ തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുക്കിങ്ങൊക്കെ നമ്മുടെ കഴിയും. ഞാൻ വീഡിയോ പിടിക്കാനുള്ള ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഒരു വ്ളോഗ് പിടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നേരെ കുളിച്ച് ഫ്രഷായി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നീട് അടുക്കളയിൽ കയറുന്നത്. ഞാൻ അടിച്ചു വരാനായിട്ട് മുറ്റത്ത് എപ്പോൾ ഇറങ്ങിയാലും മുറ്റത്തേക്കോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കോ എപ്പോൾ ഇറങ്ങിയാലും നമ്മുടെ വൈറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അവളുടെ കൂടെ കുറച്ച് സമയം കളിച്ചിരിക്കാറുണ്ട്. ഇന്ന് ഞാൻ അവൾക്ക് സമയം കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിക്കാൻ വരുമ്പോഴത്തേക്കും അവൾ ഈ ചൂലിലൊക്കെ പിടിച്ച് കളിച്ചാൽ നമ്മുടെ പണി കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ മാറ്റിയിട്ടാണ് അടിക്കണത്. ഇനി നമുക്ക് അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഞാനിവിടെ കേരമീനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കേരമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഞാൻ ഒരു അത്യാവശ്യം ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ പീസസായിട്ട് കുറച്ചുകൂടി ചെറിയ പീസസായിട്ട് കിട്ടും. ഞാനിത് കുറച്ച് ചെറുതാക്കാത്തത് മോനെ ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് ചെറുതാക്കാത്തത്. നമ്മൾ അച്ചാറിട്ട് സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് മസാല തേച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വേണം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുകയും വേണം കേട്ടോ. എന്നാൽ ഒരുപാട് ഹാർഡായി പോകാനും പാടില്ല. അപ്പോൾ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. കാരണം കുറേ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയാണെന്ന് ഇടുമ്പോൾ പറഞ്ഞു തരാം. അങ്ങനെ ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിത് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ 2-3 ട്രിപ്പായിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ വേണം നമ്മൾ മീനൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് മുറുകി പോവാതെ നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു പരുവത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് വേണം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഈ അച്ചാറുണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ കറി കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വന്ന നമ്മൾ എടുക്കാത്ത മീനുകൾ വെച്ചിട്ടാണ് കേട്ടോ കറി റെഡിയാക്കണത്. നമ്മൾ നല്ല കഷ്ണം മാത്രമല്ലേ അച്ചാറിന് എടുക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോരി മാറ്റിയ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം.
ആദ്യം തന്നെ നമ്മൾ 100 ഗ്രാം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 100 ഗ്രാം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 7 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത 7 പച്ചമുളകാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് 4 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നത് സാദാ മുളക് പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മീൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒരു 1.5 കപ്പ് വിനാഗിരി വേണം കേട്ടോ ഇതിനായിട്ട്. 1.5 കപ്പ് ഇതിന് കറക്റ്റായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലകളും ഒന്ന് മീനിലേക്ക് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1.25 കപ്പ് 1.5 കപ്പ് മാക്സിമം 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1.25 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ട് വരും കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉപ്പ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചാറ് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും. നമുക്ക് വീട്ടിലിരുന്നിട്ടൊക്കെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ മീനച്ചാറൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്